ചാലക്കുടി ബാങ്ക് കവർച്ച കേസ് പ്രതി റിജോ ആന്റണിയെ ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ വിവരങ്ങളുമായി ഭരിത പ്രതാപ് ചേരുന്നു. ചാലക്കുടിയിൽ ബാങ്ക് കവർച്ച കേസിലെ പ്രതിയായ റിജോ ആന്റണിയെ ഇന്ന് ബാങ്കിലെത്തിച്ചാണ് തെളിവെടുപ്പുകൾ നടത്തിയത്. ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്ന ഉടനെ തന്നെ വീട്ടിലും മറ്റ് കാര്യങ്ങളും അവിടെ പരിശോധനകൾ നടത്തിയതാണ്. തുടർന്നാണ് ഇന്ന് ബാങ്കിലേക്ക് എത്തിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് ബാങ്കിലേക്ക് എത്തിച്ചേർന്നത്. വൈകിട്ടോടെ തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രതി നേരത്തെ തന്നെ കുറ്റം സമ്മതിച്ചിരുന്നതാണ്. പോട്ട ബാങ്ക് കവർച്ച കേസിലെ കവർച്ചപ്പണം മുഴുവനായും പോലീസ് കണ്ടെത്തിയതായും അറിയുന്നു. അന്നനാട് സ്വദേശിയായൊരു കടം നൽകാനുണ്ടായിരുന്ന വ്യക്തിക്ക് 2,90,000 രൂപ ഇന്നലെ തന്നെ അയാൾ ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലെത്തി തിരിച്ചേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ബാക്കിയുള്ള 12 ലക്ഷം രൂപയും പ്രതിയുടെ വീട്ടിലെ കിടപ്പുമുറിക്ക് മുകളിലുള്ള ഷെൽഫിൽ നിന്നും പോലീസ് കണ്ടെടുത്തതായാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. മോഷ്ടിക്കാൻ ഉപയോഗിച്ച കത്തിയും വസ്ത്രങ്ങളും എല്ലാം തന്നെ വീട്ടിലെ അടുക്കളയിൽ നിന്നുമാണ് പോലീസ് പിടിച്ചെടുത്തത്. റിജോയെ ഇന്ന് പുലർച്ചെയാണ് വീട്ടിലെത്തിച്ചത്. ഇന്നലെ വൈകിട്ടും വീട്ടിൽ എത്തിച്ചേർന്ന് കാര്യമായ തെളിവെടുപ്പുകൾ നടത്തിയതാണ്. പ്രതിയെ ഉച്ചയോടുകൂടിയാണ് ബാങ്കിലേക്ക് എത്തിച്ചതും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം വൈകിട്ട് 5 മണിയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. വളരെ ആർഭാടപൂർവ്വം തന്നെ ജീവിച്ച ഒരു വ്യക്തിയാണെന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഭാര്യ അയച്ചു നൽകിയ പണം എല്ലാം ഇദ്ദേഹം ദൂർത്തടിച്ചു കളഞ്ഞു എന്നാണ് പ്രതി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാമ്പത്തിക ബാധ്യതയെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയത് എന്നാണ് പ്രതി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടെ തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്.